നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. പുനലൂരിൽ പട്ടയമേള സംഘടിപ്പിച്ചു. 525 പട്ടയങ്ങൾ വിതരണം ചെയ്തു. അരിപ്പയിൽ മാത്രം വിതരണം ചെയ്തത് 266 പട്ടയങ്ങൾ. ആശ്രാമം മൈതാനത്ത് സാമൂഹ്യ വിരുദ്ധ ശല്യം, സദാചാര ഗുണ്ടായിസവും ലഹരി വിൽപ്പനയും പതിവ്. പണവും ഫോണും ഉൾപ്പെടെ തട്ടിയെടുക്കുന്നു. നടപടി സ്വീകരിക്കാതെ പോലീസ്. KMMLനെ ഇന്ത്യയിലെ പ്രധാന കമ്പനിയാക്കി മാറ്റുമെന്ന് മന്ത്രി പി രാജീവ്. മലിനീകരണവുമായി ബന്ധപ്പെട്ട് പോണ്ടിൽ സൂക്ഷിച്ചിട്ടുള്ള അയൺ ഓക്സൈഡ് നീക്കം ചെയ്യാനുള്ള പദ്ധതി ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്യും. പുതുതലമുറയ്ക്ക് പറ്റുന്ന തൊഴിലിടം KMMLൽ ഒരുക്കുകയെന്നത് പ്രധാനമാണെന്നും മന്ത്രി. നൂറനാട് ലെപ്രസി സാനിറ്റോറിയം ഭാഗത്ത് കാട്ടുപോത്ത് ഇറങ്ങി. കഴിഞ്ഞ പുലർച്ചെയാണ് കാട്ടുപോത്തിനെ കണ്ടത്. കാട്ടുപോത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ച് റാപ്പിഡ് റെസ്പോൺസ് ടീം. വിശദമായ വാർത്തകളിലേക്ക്. പുനലൂരിൽ പട്ടയമേള സംഘടിപ്പിച്ചു. 525 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. അരിപ്പയിൽ മാത്രം 266 പട്ടയങ്ങൾ വിതരണം ചെയ്തു. പുനലൂർ താലൂക്കുതല പട്ടയമേളയാണ് സംഘടിപ്പിച്ചത്. 525 പട്ടയങ്ങൾ പട്ടയമേളയിൽ വിതരണം ചെയ്തു. തെന്മല, കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തുകളിലെ KIP ലേബർ ഉന്നതി, ആയിരനെല്ലൂർ വില്ലേജിലെ മരോട്ടിത്തടം, തിങ്കൾക്കരിക്കം വില്ലേജിലെ അരിപ്പ, ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിലെ നീറായ്ക്കോട് എന്നിവിടങ്ങളിലായാണ് പട്ടയങ്ങൾ അനുവദിച്ചത്. അരിപ്പയിൽ 266 പട്ടയങ്ങൾ വിതരണം ചെയ്തതിൽ 47 എണ്ണം ST പട്ടയങ്ങളാണ്. 22 പേർക്ക് 20 സെന്റ് പുരയിടം, 10 സെന്റ് നിലം, 3 പേർക്ക് 10 സെന്റ് നിലവും 12 സെന്റ് വീതം 170 SC പട്ടയങ്ങളും 10 സെന്റ് വീതം മറ്റുള്ളവർക്ക് 49 പട്ടയങ്ങളും ലഭ്യമാക്കി. KIP ലേബർ ഉന്നതിയിൽ 200ഉം അരിപ്പയിൽ 266ഉം മരോട്ടിത്തടത്തിൽ 30ഉം ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിൽ 20ഉം അറയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ 2ഉം അലയമൺ അഞ്ചൽ ഗ്രാമപഞ്ചായത്തുകളിൽ ഓരോ പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത്. 5 അകാല കൈമാറ്റ സാധൂകരണ പത്രികയും നൽകി. പട്ടയ വിതരണത്തിന്റെ ഉദ്ഘാടനം കുളത്തൂപ്പുഴ KSRTC മൈതാനിയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ നിർവഹിച്ചു. മറ്റൊരു പട്ടയ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉദ്യോഗസ്ഥരെ കാണാൻ വേണ്ടിയുള്ള ശ്രമവും ആ ഫയലുകൾ ഒപ്പിയെടുത്ത് ഓരോ മേഖലയും പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇന്നലെ കാണാൻ കഴിയും. ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ KIP കനാൽ പുറമ്പോക്കിൽ താമസിക്കുന്ന ആളുകളുടെ പട്ടയവുമായി ബന്ധപ്പെട്ട് വിഷയത്തിൽ എന്നോടൊപ്പം കാറിലിരുന്നുകൊണ്ട് ഗംഭീരമായി സംസാരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം കൂടുതൽ പുറത്തതിലും ഈ പുനലൂർ നിയോജകമണ്ഡലത്തിലെ പാവപ്പെട്ട മനുഷ്യരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നത് നിങ്ങൾക്കൊപ്പമാണ് എന്നൊരു തെളിവാണ് ഇന്ന് ഈ പട്ടയമേള ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ട് പട്ടയമേള നോക്കുന്നത്. തീർച്ചയായും ഇവിടെ ഈ പട്ടയം നൽകുന്നതിന് ഗവൺമെന്റിനെ കൊണ്ട് നടത്തിയെടുക്കുന്നതിന് വലിയ പരിശ്രമമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി ഗവൺമെന്റ് പട്ടയം മാത്രമല്ല ഏതാണ്ട് 5 ലക്ഷം പേർക്കാണ് വീട് വെച്ച് കൊടുത്തത്. ലൈഫ് മിഷനിലൂടെ ഭൂമിയില്ലാത്ത വീടില്ലാത്ത ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്. ഇതാണ് ഈ ഗവൺമെന്റിന്റെ നയവും ലക്ഷ്യവും. PS സുബാൽ MLA അധ്യക്ഷത വഹിച്ചു. ഫോറസ്റ്റ് വില്ലേജുകൾ റവന്യൂ വില്ലേജുകളാക്കിയുള്ള ജില്ലാതല പ്രഖ്യാപനവും നടന്നു. ജില്ലാ കളക്ടർ N ദേവിദാസ്, ADM G നിർമ്മൽകുമാർ, പുനലൂർ RDO G സുരേഷ് ബാബു, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജ്യോതി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ M സൈനബാബി V, ആതിര പ്രവീൺ, ആനന്ദ്, ശോഭ, രമണി വിജയൻ, തഹസിൽദാർ അജിത്ത് ജോയി, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തോപ്പിൽ ഭാസി ഗ്രന്ഥശാലയ്ക്ക് നേരെ ആക്രമണം. വള്ളികുന്നം മണക്കാട് തോപ്പിൽ ഭാസി മെമ്മോറിയൽ ആർട്സ് ക്ലബ് ഗ്രന്ഥശാല കെട്ടിടത്തിന് നേരെയാണ് ആക്രമണം. ജനാല ചില്ലുകൾ അടിച്ചു തകർത്തു. ആർട്സ് ക്ലബിന്റെ പ്രസിഡന്റ് പിന്നെ ഞാനും എല്ലാം കൂടെ ഇവിടെ നിന്ന് 8-8:15 വരെ ഇവിടെ നിന്ന് സംസാരിച്ചു ക്ലബിനകത്തിരുന്ന്. അതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത്. അതിനുശേഷം രാവിലെ വെളുപ്പിനെ ഈ കടയിലെ സുധ വിളിച്ചേച്ച് പറയുന്നത് ഇവിടെ അടിച്ചു പൊട്ടിച്ചിട്ടേക്കുന്നത്, പിന്നെ കച്ചറ എല്ലാം കൂടെ വാരി വെച്ചേക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ഇത് പറഞ്ഞു. അന്നേരമാണ് നമ്മൾ അറിയുന്നത്. എന്നുവെച്ചാൽ വെളുപ്പിനെ ഒരു 6:15. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ഉണ്ടോ ഇതിൽ ആരെക്കുറിച്ച്? സംശയമൊന്നും തന്നെ നമുക്ക് പറയാൻ പറ്റുന്നില്ല, നമ്മൾ കണ്ടിട്ടില്ലല്ലോ. വള്ളികുന്നം മണക്കാട് തോപ്പിൽ ഭാസി മെമ്മോറിയൽ ആർട്സ് ക്ലബിന്റെയും ഗ്രന്ഥശാലയും കെട്ടിടത്തിന് നേരെയാണ് കഴിഞ്ഞ രാത്രി സാമൂഹ്യവിരുദ്ധ ആക്രമണമുണ്ടായത്. കെട്ടിടത്തിന്റെ മുൻഭാഗത്തെ 3 പാളി ജനാലകൾ അടിച്ചു തകർത്തു. മദ്യക്കുപ്പികൾ ഉൾപ്പെടെ സമീപത്ത് നിരത്തിവെച്ച നിലയിലാണ്.
സാമൂഹ്യവിരുദ്ധർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട വള്ളികുന്നം പോലീസിലും താലൂക്ക് ലൈബ്രറി കൗൺസിലും പരാതി നൽകിയതായി ഭാരവാഹികൾ പറഞ്ഞു. നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഒരു വെള്ളമടിച്ചിട്ട് വന്ന് ചെയ്യുന്ന അന്നേരം തോന്നുന്ന ഒരു കലയല്ല എന്നുള്ളതാണ്. ഇതായത് വ്യക്തിപരം ഇത് ലൈബ്രറിയുടെ ഒരു MLA അനുവദിച്ച ഫണ്ട് കൊണ്ട് ഇതിൻ്റെ തൊട്ട് ബാക്കിൽ ഒരു 3 സെൻറ്റ് സ്ഥലത്ത് കല്ലിടുന്ന ചടങ്ങ് 28-ാം തീയതി മിക്കവാറും നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ലൈബ്രറിയുടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഇന്ന് സത്യപ്രതിജ്ഞ നടക്കുന്ന ഒരു ദിവസമാണ്. അപ്പം അതിന് ഉച്ചയ്ക്കാണ് സമയം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു പ്രതിഷേധമായിട്ട് തോന്നത്തക്ക രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. ആശ്രമ മൈതാനത്ത് സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷം. സദാചാര ഗുണ്ടായുസവും ലഹരി വിൽപ്പനയും ഇവിടെ പതിവാണ്. പണവും ഫോണും ഉൾപ്പെടെ പിടിച്ചുപറിക്കുന്ന സംഘവും ഇവിടെയുണ്ട്. വ്യായാമത്തിനായി എത്തുന്ന യുവാക്കളുടെ പണവും തട്ടിയെടുക്കുന്നുണ്ട്. കോർപ്പറേഷന്റെയും ടൂറിസം വകുപ്പിന്റെയും നേതൃത്വത്തിൽ ആശ്രാമം മൈതാനത്തിന്റെ ഓരത്ത് സജ്ജമാക്കിയ മിയാവാക്കി വനത്തിന് സമീപം കാടുമൂടിയ ഭാഗം കേന്ദ്രമാക്കിയാണ് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പരാതി നൽകില്ലെന്ന് ഉറപ്പുള്ളവരെയും പരാതി നൽകാനാകാത്ത വിധം വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് കുരുക്കിലാക്കുന്നവരെയുമാണ് ചൂഷണം ചെയ്യുന്നത്. ആശ്രാമ മൈതാനത്ത് അക്രമികൾ തമ്പടിക്കുന്ന മിയോവാക്കി വനഭാഗത്ത് മൈതാനത്തെത്തുന്ന സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ വീട്ടിലറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കയ്യിലുള്ള പണത്തിന് പുറമെ ഫോൺ പിടിച്ചു വാങ്ങി ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം തട്ടുന്ന സംഭവങ്ങളുമുണ്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം പിടിച്ചുപറിക്കുന്ന സംഘങ്ങളും സജീവമാണ്. സന്ധ്യയ്ക്കും രാത്രികാലങ്ങളിലും വ്യായാമത്തിനായി മൈതാനത്തിന് ചുറ്റുമുള്ള നടപ്പാതയിലൂടെ നടക്കുന്ന യുവാക്കളെ ബലം പ്രയോഗിച്ച് കാടുമൂടിയ ഭാഗത്തെത്തിച്ച് ട്രാൻസ്ജെൻഡേഴ്സിനൊപ്പം നിർത്തി ഫോട്ടോ എടുത്ത ശേഷം കത്തിമുനയിൽ നിർത്തി പണം തട്ടുന്ന സംഭവമുണ്ട്. സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ ഭാഗത്ത് പതിവായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ശൂരനാട് വടക്ക് പടിഞ്ഞാറ്റക്കിഴക്ക് കാട്ടൂർ കിഴക്കതിൽ സുധി സോമനാണ് മരിച്ചത്. പോരുവഴി ഗവൺമെന്റ് HSSലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം. മുതുപിലാക്കാട് അശ്വതി ജംഗ്ഷന് സമീപത്തെ കണ്ണാടിക്കുളത്തിലാണ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചത്. കരവാളൂർ ഹിന്ദു മഹാസമ്മേളനം മാർച്ച് 7-ന് നടക്കും. ഇതിനു മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടത്തി. വിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ നിന്നും ധർമ്മധ്വസം ഏറ്റുവാങ്ങിക്കൊണ്ട് കരവാളൂരിന്റെ ഗ്രാമ അന്തരീക്ഷത്തിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ധർമ്മ സന്ദേശയാത്ര. കരവാളൂർ ഹിന്ദു മഹാസമ്മേളനം മാർച്ച് 7-ന് വൈകിട്ട് 4-ന് ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. ചടയമംഗലം ജ്ഞാനാനന്ദാശ്രമത്തിലെ സ്വാമി ദയാനന്ദ സരസ്വതി ഹിന്ദു മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഹിന്ദു മഹാസമ്മേളനത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടത്തി. വെഞ്ചേമ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നുമാണ് വിളംബര ഘോഷയാത്ര ആരംഭിച്ചത്. വെഞ്ചേമ്പ് ശിവക്ഷേത്രം, നരിക്കൽ ദേവി ക്ഷേത്രം, വട്ടമൺ മഹാശിവക്ഷേത്രം, മാത്ര ആയിരവല്ലി ക്ഷേത്രം, വല്ലാറ്റ് ഉടയാൻകാവ് ക്ഷേത്രം, പടിഞ്ഞാറ്റൻകര ശിവക്ഷേത്രം, അഷ്ടമംഗലം മഹാവിഷ്ണു ഭഗവതി ക്ഷേത്രം, പാണയം ശിവക്ഷേത്രം, കരവാളൂർ പീഡിക ഭഗവതി ക്ഷേത്രം വരെയാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് TS ജയകുമാർ, ശങ്കരമണി, ഗോപകുമാർ, ജയലക്ഷ്മി, മുരളീധരൻ പിള്ള, ഇടക്കോട് വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മാർച്ച് 7-ാം തീയതി ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്ന ഹിന്ദു മഹാസമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള വിളംബര ഘോഷയാത്രയാണ് ഇന്ന് ഇവിടെ നടന്നത്. ഘോഷയാത്ര വെഞ്ചേമ്പ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുകയും വിവിധ ക്ഷേത്രങ്ങളും സ്ഥലങ്ങളും സന്ദർശിച്ച് കരവാളൂർ പീഡിയ ഭഗവതി ക്ഷേത്രത്തിലെത്തി സമാപിച്ചിരിക്കുകയാണ്. മാർച്ച് 7-ാം തീയതി നടക്കുന്ന ഹിന്ദു മഹാസമ്മേളനത്തിൽ എല്ലാ ഹൈന്ദവ വിശ്വാസികളും പങ്കെടുക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. സമ്മേളനത്തോടനുബന്ധിച്ച് മാർച്ച് മാസം 1-ാം തീയതി കരവാളൂർ ദേവി വിലാസം NSS കരയോഗത്തിൽ വെച്ച് രാവിലെ 10 മണിക്ക് യുവജനസംഗമവും വൈകിട്ട് 4 മണി മുതൽ വനിതാ സംഗമവും നടത്തപ്പെടുന്നതാണ്. പ്രഗത്ഭരായ ആചാര്യൻ വാഗ്മികൾ ഈ യോഗത്തിൽ സംസാരിക്കുന്നതാണ്. അതിന് യുവാക്കളും 10 മണിക്ക് എത്തിച്ചേരണം. വനിതകൾ സകുടുംബം 4 മണിക്ക് തന്നെ കരയോഗ കെട്ടിടത്തിൽ എത്തിച്ചേരണമെന്ന് സംഘാടക സമിതിക്ക് വേണ്ടി അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. KMMLനെ ഇന്ത്യയിലെ പ്രധാന കമ്പനിയാക്കി മാറ്റുമെന്ന് മന്ത്രി P. രാജീവ്. കമ്പനിയിലെ വിവിധ കെട്ടിട സമുച്ചയങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. KMMLലെ മലിനീകരണവുമായി ബന്ധപ്പെട്ട് പോണ്ടിൽ സൂക്ഷിച്ചിട്ടുള്ള അയൺ ഓക്സൈഡ് നീക്കം ചെയ്യാൻ മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിലുള്ള പദ്ധതി ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്യും. പുതുതലമുറയ്ക്ക് പറ്റുന്ന തൊഴിലിടം KMMLൽ ഒരുക്കുക എന്നതാണ് പ്രധാനമായി കണക്കാക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു.
നിലവിലെ പോലെ മുന്നോട്ട് പോയാൽ 10-15 വർഷത്തിനുള്ളിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ മിനറൽ കേന്ദ്രമായി കൊല്ലത്തെ മാറ്റാൻ കഴിയുമെന്ന് മന്ത്രി പി രാജീവ് KMML-ൽ വിവിധ കെട്ടിട സമുച്ചയങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ധാതുക്കളിൽ നിന്നുള്ള വലിയ സാധ്യതകൾ കേന്ദ്ര സർക്കാർ തന്നെ കാണുന്നുണ്ട്. ഇറക്കുമതിയിൽ നിന്നു മാറി നമ്മുടെ വിഭവങ്ങൾ ഉപയോഗിക്കാൻ ഏറെ സാധ്യതയുള്ള പ്രദേശം കേരളമാണ്. KMML-ന്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ട് പോണ്ടിൽ സൂക്ഷിച്ചിട്ടുള്ള അയൺ ഓക്സൈഡ് നീക്കം ചെയ്യാൻ മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിലുള്ള പദ്ധതി ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്യും. ഉപയോഗിക്കാതെ കെട്ടിക്കിടക്കുന്ന മോണസൈറ്റ് എങ്ങനെ ഉപയോഗിക്കാമെന്നതിൻ്റെ പൈലറ്റ് പദ്ധതിയിലേക്ക് കടക്കുകയാണ്. പുതുതലമുറയ്ക്ക് പറ്റുന്ന തൊഴിലിടം KMML-ൽ ഒരുക്കുക എന്നതാണ് പ്രധാനമായി കണക്കാക്കേണ്ടത്. പൊതുമേഖലയെ സർക്കാർ ഫെസിലിറ്റേറ്റ് ചെയ്താൽ മതിയെന്ന മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായത്തോട് യോജിപ്പില്ലെന്നും കേരളത്തിലെ ഭൂരിപക്ഷം പൊതുമേഖലയും ലാഭകരമാണെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. ഒരു ഇരുണ്ട കാലത്തിന്റെ പൊതുമേഖലയെ വിറ്റഴിക്കുന്നതല്ല ഞങ്ങളുടെ സമീപനം. പൊതുമേഖലയെ ശക്തിപ്പെടുത്തുക, മത്സരക്ഷമമാക്കുക, ലാഭകരമാക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ തന്നെ പറയുക കേട്ടു, ഗവൺമെന്റിന്റെ ചുമതലയല്ല ഈ പേപ്പർ കമ്പനിയൊക്കെ നടത്തുക എന്ന് പ്രധാനപ്പെട്ട ഒരു നിയമസഭാ സാമാജികൻ മുൻ മന്ത്രി തന്നെ പറയുകയുണ്ടായി. ഗവൺമെന്റ് എന്തിനാ ഈ പേപ്പർ മില്ലൊക്കെ നടത്തുന്നത്? എന്നുവെച്ചാൽ അത് കാഴ്ചപ്പാടാണ്. ഗവൺമെന്റ് മില്ല KMML നടത്തുന്നത്, ഗവൺമെന്റ് മില്ല മറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്നത്, ഗവൺമെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്താൽ മതി എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിച്ചൊരു അഭിപ്രായമുണ്ട്. ഞങ്ങൾ അതിനോട് യോജിക്കുന്നവരല്ല. പൊതുമേഖലയെ ഡിപ്പാർട്ട്മെന്റ് പോലെ ആകണം എന്ന കാഴ്ചപ്പാടോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പൊതുമേഖല മത്സരക്ഷമമാക്കി, ശക്തിപ്പെടുത്തി, മത്സരക്ഷമമാക്കി ലാഭകരമാക്കുക. ഇപ്പൊ കേരളത്തിലെ മഹാഭൂരിപക്ഷം പൊതുമേഖലയും ലാഭത്തിലാണ് എന്നത് അഭിമാനപൂർവ്വം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കമ്പനിയുടെ 2024-25 സാമ്പത്തിക വർഷത്തെ ലാഭവിഹിതം 4.64 കോടി രൂപ ചടങ്ങിൽ മന്ത്രി ഏറ്റുവാങ്ങി. 7.5 ലക്ഷം രൂപ വിനിയോഗിച്ചു വാങ്ങിയ ആംബുലൻസിന്റെ താക്കോൽ ചവറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA കൈമാറി. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയും KMML-ലുമായി സഹകരിച്ച് തുടങ്ങുന്ന മെഡിക്കൽ ടെസ്റ്റ് ലാബ് കളക്ഷൻ സെന്ററിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അനുമതി പത്രം ബയോടെക്നോളജി പ്രതിനിധി അമ്പിളിപ്പിള്ളയ്ക്ക് കൈമാറി. MD P പ്രദീപ് കുമാർ, BPT ചെയർമാൻ K അജിത് കുമാർ, HR യൂണിറ്റ് ഹെഡ് MU വിജയകുമാർ, ഓഫീസേഴ്സ് ഫ്രണ്ട് പ്രസിഡന്റ് CP ഹരിലാൽ, യൂണിയൻ നേതാക്കളായ SJ മോഹൻ, K സുരേഷ് ബാബു, VC രതീഷ് കുമാർ, G ഗോപകുമാർ, F ജോയി, AJ മിറാഷ് എന്നിവർ പങ്കെടുത്തു. KMML എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ടൈറ്റാനിയം എംപ്ലോയീസ് റിക്രിയേഷൻ ക്ലബ്ബ് എന്നിവയ്ക്കായി നിർമ്മിച്ച കെട്ടിടമാണ് ഉദ്ഘാടനം ചെയ്തത്. പന്മന പഞ്ചായത്തിലെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കാണ് KMML പുതിയ ആംബുലൻസ് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. നീണ്ടകര പുത്തൻതുറ ആൽത്തറമൂട് മുതൽ നീണ്ടകര ഫിഷിംഗ് ഹാർബർ വരെയുള്ള തീരപ്രദേശത്ത് ഖനനം പൂർത്തിയാക്കി ഉടമകൾക്ക് വസ്തു വിട്ടു നൽകണമെന്ന് നീണ്ടകര തീരദേശ സമിതി ആവശ്യപ്പെട്ടു. KMML സ്ഥലം ഉടൻ ഏറ്റെടുക്കുമെന്ന കാരണത്താൽ പ്രാദേശിക ഭരണകൂടങ്ങൾ യാതൊരു വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടത്തിയിട്ടില്ല. തീരദേശ ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് നീണ്ടകര തീരദേശ സമിതി നേതാക്കൾ പറഞ്ഞു. KMML-ന്റെ ഖനന പ്രദേശമായ പുത്തൻതുറ ആൽത്തറമൂട് മുതൽ നീണ്ടകര ഫിഷിംഗ് ഹാർബർ വരെയുള്ള 840 കുടുംബങ്ങൾ താമസിക്കുന്ന തീരപ്രദേശം അടിയന്തരമായി KMML കമ്പനി ഏറ്റെടുത്ത് ഖനനം പൂർത്തിയാക്കി ഉടമകൾക്ക് വസ്തു വിട്ടു നൽകണമെന്ന് നീണ്ടകര തീരദേശ സമിതി ആവശ്യപ്പെട്ടു. 30 വർഷമായി കമ്പനിയുടെ ഖനന മേഖലയായതിനാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളോ സഞ്ചാരയോഗ്യമായ റോഡുകളോ വഴിവിളക്കുകളോ നടപ്പാതകളോ ഇല്ലാത്ത അവസ്ഥയാണ്. കമ്പനി ഉടൻ സ്ഥലമേറ്റെടുക്കും എന്ന കാരണത്താൽ പ്രാദേശിക ഭരണകൂടങ്ങളുടെ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും പ്രദേശത്ത് നടക്കുന്നുമില്ല. കടൽ തീരത്ത് പുലിമുട്ട് സ്ഥാപിക്കാത്തതിനാൽ കടൽ തീരം മുഴുവൻ കടലെടുക്കുന്ന സ്ഥിതിയാണുള്ളത്. ഈ സാഹചര്യത്തിൽ ഭൂവുടമകളുടെ യോഗം ചേർന്ന് അടിയന്തരമായി പ്രശ്നപരിഹാരം കാണണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്താനും തീരുമാനിച്ചു. പവിഴപ്പറമ്പിൽ പുഷ്പരാജൻ അധ്യക്ഷത വഹിച്ചു. ഷാൻ മുണ്ടകത്തിൽ സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് G സേതുനാഥൻ പിള്ള മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനന്ദ്, പഞ്ചായത്ത് അംഗം ഹെലൻ രാജൻ, പഞ്ചായത്ത് അംഗം യമുന, പ്യാരേലാൽ, റോമി പയസ്, സ്റ്റെഫി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. സർക്കാർ കരാറുകാർ സമരത്തിനൊരുങ്ങുന്നു. വിവിധ മേഖലകളിൽ സർക്കാർ ആനുകൂല്യങ്ങൾ വാരി വിതറുമ്പോഴും കരാറുകാരെ അവഗണിക്കുകയാണ്. ബിൽ കുടിശ്ശിക ഉടൻ നൽകുക, വർദ്ധിപ്പിച്ച ഫീസുകളും ഫൈനുകളും പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് AKGCA-യുടെ നേതൃത്വത്തിൽ സർക്കാർ കരാറുകാർ സമരത്തിനൊരുങ്ങുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
ലൈസൻസ് കരാറുകാരുടെ കാലാവധി 2025 മാർച്ച് 31 വരെ ദീർഘിപ്പിക്കുക, രജിസ്ട്രേഷന് വേണ്ടി വാങ്ങുന്ന ഉയർന്ന തുക പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് AKGCA നേതൃത്വത്തിൽ കരാറുകാർ സമരത്തിന് തയ്യാറെടുക്കുന്നത്. മറ്റു മേഖലകളിൽ ആനുകൂല്യങ്ങൾ നൽകുമ്പോഴും കരാറുകാരുടെ ബിൽ കുടിശ്ശിക നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ഫീസുകളും ഫൈനുകളും കുത്തനെ വർദ്ധിപ്പിച്ചതായും കരാറുകാർ കുറ്റപ്പെടുത്തി. C-D വിഭാഗത്തിൽപ്പെടുന്ന കരാറുകാരുടെ ലൈസൻസ് പുതുക്കുന്നതിന് കേപ്പബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒഴിവാക്കി സർക്കാരിന്റെ ഉത്തരവിറങ്ങിയിട്ടും കൊല്ലം പൊതുമരാമത്ത് ബിൽഡിംഗ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഡിവിഷണൽ അക്കൗണ്ടന്റും ലൈസൻസ് പുതുക്കി നൽകാതെ ധിക്കാരപരമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും AKGCA കൊല്ലം ജില്ലാ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. തുടർന്നും ഇതേ നടപടികളുമായി മുന്നോട്ടു പോയാൽ PWD ബിൽഡിംഗ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ സംഘടനയുടെ നേതൃത്വത്തിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കൊല്ലം ജില്ലാ പ്രസിഡന്റ് S. ബൈജു, സെക്രട്ടറി S. ദിലീപ് കുമാർ, സംസ്ഥാന സെക്രട്ടറി സുനിൽ ദത്ത, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ND പ്രദീപ്, ജില്ലാ ട്രഷറർ സുരേഷ് R, വൈസ് പ്രസിഡന്റ് പവനൻ, അജിത് പ്രസാദ് ജയൻ, താലൂക്ക് പ്രസിഡന്റ് S. സുരേഷ് ബാബു, ജോയിന്റ് സെക്രട്ടറി പ്രേംലാൽ ഷഹനാസ് തുടങ്ങിയവർ അറിയിച്ചു. ജില്ലാ കമ്മിറ്റി വിളിച്ച പ്രസ് മീറ്റിംഗിൽ ഞങ്ങൾ കരാറുകാർ കുറച്ച് നിരന്തരമായ സമരത്തിൽ എല്ലാ മിനിസ്റ്റർക്കും പരാതികൾ കൊടുത്തു. ഇതൊരു ശാശ്വത പരിഹാരമായിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ ട്രഷറിയിൽ 10 ലക്ഷത്തിന് താഴെയുള്ള ബില്ലുകൾ മാറുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ഒരു സ്പെഷ്യൽ നിയന്ത്രണം വന്ന് അതും ട്രഷറിയിൽ കൊടുത്ത 1-2 ദിവസങ്ങൾ കഴിഞ്ഞ് പൈസയുടെ അനുസരിച്ച് മാറി കിട്ടുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ സെക്യൂരിറ്റി ഇപ്പോൾ മാർച്ച് മാസത്തിലാണ് ഞങ്ങളെ ലൈസൻസ് റിന്യൂവൽ ചെയ്യുന്നത്. അതിൻ്റെ ഫീസ് 2 ലക്ഷമായിരുന്നത് ഇപ്പോൾ 6 ലക്ഷമാക്കി. 6 ലക്ഷം ഒരുമിച്ച് അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് പല കരാറുകാരും ഈ ലൈസൻസ് റിന്യൂ ചെയ്യാൻ കഴിയുന്നില്ല. അത് A ക്ലാസ് കരാറുകാർ 6 ലക്ഷം അടയ്ക്കാത്തവർക്ക് അത് B ആക്കി കൊടുക്കാം എന്ന് സർക്കാർ ചീഫ് എഞ്ചിനീയർക്ക് ഒരു ലെറ്റർ കൊടുക്കുകയും 1 വർഷം മുമ്പ് ഒരു തീരുമാനത്തിനായി സെക്രട്ടറിക്ക് പോയിട്ട് ഇതുവരെ അത് ഒരു തീരുമാനമാവാത്തത് കാരണം ഞങ്ങളെ ലൈസൻസുകൾ Bയിൽ നിന്ന് Aയിൽ നിന്ന് Bയിലാക്കാനോ Bയിൽ നിന്ന് Cയിലാക്കാനോ കഴിയുന്നില്ല. B ക്ലാസ് ലൈസൻസിന് 3 ലക്ഷം. ഞങ്ങളിപ്പോൾ നിലവിൽ ഈ പൈസകൾ കിട്ടാത്ത ബുദ്ധിമുട്ട് കാരണം ഈ മേഖലയിൽ നിന്നും ലൈസൻസ് പുതുക്കാതെ ആയിരക്കണക്കിന് ആളുകൾ പുറത്തു പോകുന്ന ഒരു സാഹചര്യമാണ്. ഈ സർക്കാർ എല്ലാ മേഖലയിലും ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നെങ്കിലും സർക്കാരിൻ്റെ ഇന്നത്തെ എല്ലാ നിലനിൽപ്പിനും പുതിയ പുതിയ വർക്കുകൾ ചെയ്യുകയും എല്ലാം ചെയ്യുന്ന കരാറുകാരെ നിരന്തരം ദ്രോഹിക്കുന്ന ഒരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചവറ KMML മന്ത്രി P. രാജീവ് പങ്കെടുത്ത വേദിയിൽ INTUC നേതാവ് K. സുരേഷ് ബാബു പങ്കെടുത്തതിൽ UDF-ൽ അമർഷം. സർക്കാർ പരിപാടികൾ UDF ബഹിഷ്കരിക്കുന്ന സാഹചര്യത്തിലാണ് മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ INTUC നേതാവ് പങ്കെടുത്തത്. KMML മന്ത്രി P. രാജീവ് പങ്കെടുത്ത പരിപാടിയിലാണ് INTUC ദേശീയ നേതാവ് K. സുരേഷ് ബാബു പങ്കെടുത്തത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാർ തട്ടിക്കൂട്ട് പരിപാടികൾ സംഘടിപ്പിക്കുന്നുവെന്നാരോപിച്ച UDF വേദി ബഹിഷ്കരണം പ്രഖ്യാപിച്ചിരുന്നതാണ്. മുഴുവൻ UDF ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും ചടങ്ങ് ബഹിഷ്കരിച്ചു. ഈ പരിപാടിയിൽ K. സുരേഷ് ബാബു പങ്കെടുത്തതിൽ UDF-ൽ വ്യാപകമായ അമർഷം ഉയർന്നിരിക്കുകയാണ്. മറ്റ് UDF യൂണിയനുകളുടെ ഭാരവാഹികൾ സദസ്സിൽ ഉണ്ടായിരുന്നു. KMML കെട്ടിട ഉദ്ഘാടന ചടങ്ങിലാണ് സുരേഷ് ബാബു പങ്കെടുത്തത്. യോഗത്തിൽ ഇദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു. KMML കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ യഥാർത്ഥ മുതലാളിയായ മന്ത്രി വിശദമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പല അഭിപ്രായങ്ങളും നമുക്ക് അതിനോടൊപ്പം പറയാനുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ ഈ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ ചവറയിലെ മണ്ണിനെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ ഏത് ഭരണകൂടം വന്നാലും രാഷ്ട്രീയം ഒഴിവാക്കിക്കൊണ്ടുള്ള ഭരണത്തിൽ കൂടി മാത്രമേ നമുക്ക് നമ്മുടെ ചവറയെ ലോകത്തിൻ്റെ മുമ്പിൽ കൊണ്ടെത്തിക്കാൻ കഴിയുള്ളൂ. ഇന്നിവിടെ ഈ സൊസൈറ്റിയുടെ ഉദ്ഘാടനമാണ്. ഈ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രകീർത്തിക്കപ്പെടേണ്ട രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ചമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ മനോഹരമായ ബിൽഡിംഗ് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രവർത്തനക്ഷമതയും ഉദ്ദേശശുദ്ധിയും എല്ലാം നമുക്ക് ബോധ്യപ്പെടുന്നതാണ്.
ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സൊസൈറ്റിയുടെ ബിൽഡിങ്ങും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധമായ ആശംസകളും നേടാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. മിനിസ്റ്റർ സംസാരിച്ചിട്ട് പോയെങ്കിലും എനിക്ക് 2-3 കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർത്തിയില്ല. 10-20 വർഷം മുതൽ 35 വർഷം വരെ സർവീസുള്ള വീടും സ്ഥലവും നഷ്ടപ്പെട്ടുകൊണ്ട് ജോലി കയറിയ തൊഴിലാളികൾ. നേരത്തെ മന്ത്രി സജി ചെറിയാൻ പങ്കെടുത്ത പരിപാടികളും UDF ബഹിഷ്കരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ വിത്തം സെമിനാറും എൻഡോമെന്റ് വിതരണവും നടത്തി. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി, നിലവിലെ സ്ഥിതി, പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലാണ് വിത്തം സെമിനാർ സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി, നിലവിലെ സ്ഥിതി, പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. 5ാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ BA പ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാനത്തിന്റെ ധനനയത്തിൽ അടിയന്തര ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു ബജറ്റ് ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റിന്റെ ബജറ്റ്. ഓരോ ബജറ്റും അവതരിപ്പിക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് പബ്ലിക് അറ്റ് ലാർജ് കിട്ടുക, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ വിഷൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഏറ്റവും കൂടുതൽ പബ്ലിക് സെന്റേർഡായി ഇതിനെ കൊണ്ടുപോകുക എന്നുള്ളതിനെ. അപ്പൊ ആ കൺസെപ്റ്റിൽ അവർ അവതരിപ്പിക്കുന്നത് അതിന്റെ എല്ലാ വർഷവും ചേർത്തിട്ടായിരിക്കും അവതരിപ്പിക്കുന്നത്. പക്ഷെ അതിന്റെ എല്ലാ എൻഡ് കോസും, അല്ലെങ്കിൽ അതിന്റെ കൊണ്ട് വരുന്ന ആ എൻഡ് പാർട്ട് എങ്ങനെയാകുമെന്നുള്ളതിനെ സംബന്ധിച്ച് പല തലങ്ങളിലുള്ള കോണുകളും പല ചർച്ചകളും പല ഡിസ്കഷനും നടത്തുമ്പോഴാണ് ബജറ്റിൽ തന്നെ ചില കാര്യങ്ങൾ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് നിയമസഭയായാലും പാർലമെന്റ് ആയാലും ഇന്ത്യ കൊണ്ടുവരുന്നത് അമെൻമെന്റ് വരുത്തി അത് മോഡിഫൈ ചെയ്യുകയും അത് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KS അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ ലക്ഷ്മി ദേവി CS സ്വാഗതം പറഞ്ഞു. ഉയർന്ന വിഭാഗം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിലെ റിട്ടയേർഡ് അധ്യാപകർ ഏർപ്പെടുത്തിയ വിവിധ എൻഡോമെന്റുകളുടെ വിതരണവും നടന്നു. പ്രൊഫസർ KR നീലകണ്ഠപിള്ള, ഡോക്ടർ B ജനാർദ്ദനൻ പിള്ള, ഡോക്ടർ മായ PK, ഡോക്ടർ ശ്രീകല M, ചിന്ത അജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. പുനലൂരിൽ പട്ടയമേള സംഘടിപ്പിച്ചു. 525 പട്ടയങ്ങൾ വിതരണം ചെയ്തു. അരിപ്പയിൽ മാത്രം വിതരണം ചെയ്തത് 266 പട്ടയങ്ങൾ. ആശ്രാമം മൈതാനത്ത് സാമൂഹ്യ വിരുദ്ധ ശല്യം, സദാചാര ഗുണ്ടായിസവും ലഹരി വിൽപ്പനയും പതിവ്. പണവും ഫോണും ഉൾപ്പെടെ തട്ടിയെടുക്കുന്നു. നടപടി സ്വീകരിക്കാതെ പോലീസ്. KMMLനെ ഇന്ത്യയിലെ പ്രധാന കമ്പനിയാക്കി മാറ്റുമെന്ന് മന്ത്രി P രാജീവ്. മലിനീകരണവുമായി ബന്ധപ്പെട്ട് പോണ്ടിൽ സൂക്ഷിച്ചിട്ടുള്ള അയൺ ഓക്സൈഡ് നീക്കം ചെയ്യാനുള്ള പദ്ധതി ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്യും. പുതുതലമുറയ്ക്ക് പറ്റുന്ന തൊഴിലിടം KMMLൽ ഒരുക്കുകയെന്നത് പ്രധാനമാണെന്നും മന്ത്രി. നൂറനാട് ലെപ്രസി സാനിറ്റോറിയം ഭാഗത്ത് കാട്ടുപോത്ത് ഇറങ്ങി. കഴിഞ്ഞ പുലർച്ചെയാണ് കാട്ടുപോത്തിനെ കണ്ടത്. കാട്ടുപോത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ച് റാപ്പിഡ് റെസ്പോൺസ് ടീം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.